നമ്മളിനി കാണാൻ പോകുന്നത് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നതാണ്. ഒന്നില്ല ഉറങ്ങാം. കോഴിക്കോട് ബീച്ചിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അവിടെ പായ്ക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പാവം പുതച്ചു മൂടി കിടന്നുറങ്ങുന്നത്. പക്ഷെ അതിലെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡില് പായലെ ഡിസൈൻ പോലെ സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ഉണക്കാനിട്ട് കഞ്ചാവ് ഉണക്കാനിട്ട് അതിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങാണ് ചേട്ടൻ. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി പിടിയിലാവുകയും ചെയ്തു. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുള്ളി ഒരു പുലിപ്പൊക്കെ അവിടെ വിരിച്ച് സുഖമായിട്ടാണ് ഉറങ്ങാണ്. സൈഡിൽ നമ്മളില്ല കുരുമുളകൊക്കെ ഉണക്കാനിട്ടേക്കുന്ന പോലെ പേപ്പറിനകത്ത് കഞ്ചാവ് വിരിച്ച് ഉണക്കാനിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സമീർ സി മുഹമ്മദ് ചെയ്യുന്നു. സമീർ, ഉറക്കത്തിന് വലിയ വില നൽകേണ്ടി വരും അല്ലേ? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. തീർച്ചയായും ആ ഉറക്കത്തിന് വലിയ വില നൽകേണ്ടി വരും. കഞ്ചാവ് ഉണക്കാനിട്ട് അരികിൽ കിടന്നായിരുന്നു. പക്ഷേ അതിൽ അങ്ങ് ഉറങ്ങിപ്പോയി നേരം പുലർന്നപ്പോഴാണ് ഈ സംഭവം പോലീസിലേക്ക് എത്തുകയും പിന്നീട് ഇയാൾ പിടിയിലാവുകയും ചെയ്തത്. ഈ രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളുകളുടെ ശ്രദ്ധയിലാണ് ഇങ്ങനെ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് തൊട്ടരികിൽ ചെന്ന് നോക്കുമ്പോഴാണ് അത് എന്ത് ഇലയാണ് എന്ന് ഇവരൊക്കെ പരിശോധിച്ചത്. ആ പരിശോധിച്ചപ്പോഴാണ് അത് കഞ്ചാവാണ് എന്ന് മനസ്സിലായി. അതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. ടൗൺ ACP ആണ് ഈ നാട്ടുകാർ വിവരം അറിയിച്ചത്. വോളിബോളും അതുപോലെ ഫുട്ബോൾ, ക്രിക്കറ്റൊക്കെ കളിക്കാൻ എത്തിയ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ വട്ടം കൂടി നിന്ന് ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അവർക്കെല്ലാം ഇത് കഞ്ചാവാണ് എന്ന് ബോധ്യപ്പെട്ടു. അതേ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നീട് ടൗൺ ACPയുടെ ഓഫീസിൽ നിന്ന് വെള്ളയിൽ പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അത് തൂക്കി നോക്കുമ്പോൾ 370 ഗ്രാം കഞ്ചാവാണ് എന്നത് കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവരികയും കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന മുഹമ്മദ് റാഫി എന്ന വെള്ളയിൽ സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.